സജീവട്ടാ ഒരു 500 ഇപ്പോഴാ റെഡി ആയത്. ഒരു 500 നോട്ട് തെളിഞ്ഞ് കണ്ടില്ലെങ്കിലേ പ്രവർത്തിക്കാൻ ഒരു സുഖം ഉണ്ടാവത്തില്ല. അതാണ് ആളവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതെ അതെ രാഘവട്ടാ. ആഹാ, നിങ്ങളായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓ, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നമ്മുടെ സ്ഥാനാർത്ഥി അറിയില്ലേ? 35 വോട്ടുള്ള കല്ലേരി തറവാട്ടിൽ നിന്നാവാം പ്രചരണത്തിന്റെ തുടക്കം കമ്മിറ്റി തീരുമാനം. അതുകൊണ്ടാ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ. സജീവേ, ഈ കുടുംബത്തില് 35 വോട്ടർമാരല്ല ഉള്ളത്, 37. ഓ, എന്റെ 2 പേരക്കുട്ടികൾക്ക് ഇത്തവണ വോട്ടവകാശമുണ്ട്. അവര് പിന്നെ നിങ്ങളൊന്നും സഹായിച്ചില്ലെങ്കിലേ അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള പിള്ളേരായതുകൊണ്ട് കമ്പ്യൂട്ടർ വഴി ഒരു സ്വയം പേരുകൾ ചേർത്ത്. പിന്നെ നിങ്ങളിപ്പോ വന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ ഈ നിഷ്കളങ്കരായതുകൊണ്ടേ നിങ്ങളുടെ മോഹം കണ്ടാ മനസ്സിലാവും. എന്നാ ചക്കരെ? പൊതിച്ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഡിയായോ? പിന്നെ എപ്പോഴും റെഡിയായി കാണും. നിങ്ങൾ അടുക്കളയുടെ ഉറപ്പ് മേടിച്ചോ. ചെല്ലേട്ടോ. കണ്ടല്ലോ, നല്ല അസല് കുട്ടികളാ. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലും താലൂക്ക് ആശുപത്രിയിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ ആഹാരം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പിള്ളേരാ. ശരിക്കും പറഞ്ഞ ഇവരാ പൊതുപ്രവർത്തകര്, മനസ്സിലായോ? ഇവിടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ഇടപെടുന്ന ഈ പിള്ളേരാ. നിങ്ങൾ ഇന്ന് വരെ ഇവിടുത്തെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? പിന്നെ കതർ വിട്ട് 500 രൂപ പോക്കറ്റിൽ വെച്ചോണ്ട് ഇങ്ങനെ ആള് കളിച്ച് നടക്കാം. അല്ലാതെ എന്തെങ്കിലും പ്രയോജനം നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്കുണ്ടോ? നാണമില്ല. ശോഭേച്ചി, ശോഭേച്ചി അടുക്കളയിലായിരിക്കൂലേ? ഞാനൊന്ന് ശോഭേച്ചിയുടെ കടത്ത് ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. രാഘവേട്ടാ, നമ്മളും പൊതുപ്രവർത്തനത്തിൽ ഇടപെടുന്നുണ്ട്. ഇപ്പൊ തന്നെ ആ നവകേരള സദസ്സിന് വേണ്ടി പൊളിച്ച കോളേജിന്റെ മതില് നമ്മൾ സമരം ചെയ്തിട്ടാ കെട്ടിയത്. ആ സമരത്തിന്റെ മുന്നിൽ നിന്നിരുന്ന ആളുകളാ ഇവരൊക്കെ. അതൊരു പ്രൈവറ്റ് കോളേജ് അല്ലേ? അതാ കോളേജിന്റെ ഗ്രൗണ്ട്, അതിന്റെ മതില്. അത് അവര് പൊളിച്ചു. അവര് പൊളിക്കോ കെട്ടോ ചെയ്ത് നിങ്ങൾക്ക് എന്താ നഷ്ടം? അതുകൊണ്ട് പൊതുസമൂഹത്തിന് 5 പൈസയുടെ നഷ്ടമില്ലല്ലോ. പിന്നെങ്ങനെ അത് പൊതുപ്രവർത്തനാവുന്നു? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇഷ്ടം. രാജാക്കറിങ്ങടുത്തെ ഇതവിടെ വെച്ച് ചേച്ചി. അല്ല നിസാറേ, ഈ 500 രൂപയായിരുന്നല്ലോ പ്രവാസി പെൻഷൻ. ഇപ്പൊ ഒരു 3000 തൊട്ട് 7000 വരെ ആക്കിയിട്ടുണ്ടല്ലോ. നിസാറിന് എത്ര രൂപ കിട്ടുന്നു? എനിക്ക് 6500 കിട്ടുന്നുണ്ട്. 6500 കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇനി അതുപോലെ നമ്മുടെ ഈ നാട്ടില് വീടില്ലാതെ കിടന്ന ഏതാണ്ട് 1.5 ലക്ഷം പേർക്കാണ് ഇപ്പൊ പട്ടയം വെച്ചു കൊടുക്കും ആണല്ലോ. നമ്മുടെ ഈ അടുത്തുള്ള PH സെന്റർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ PH സെന്ററുകളും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നേരത്തെ ഉച്ചവരെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഇപ്പൊ വൈകുന്നേരം വരെ നമ്മളെ ചികിത്സിക്കാൻ തയ്യാറായിട്ടിരിക്കുക. നിസ്സാര കാര്യമാണ്. അതെല്ലാം പോട്ടെ, നമ്മളിപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ ഹൈവേ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈവേ വികസനത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇന്ത്യയില് ഒരു സംസ്ഥാനം കേന്ദ്രത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കുന്നത് ഈ കേരളം തന്നെ. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഒരാളും കേന്ദ്രത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കുന്ന സാഹചര്യം ഇല്ല ഇവിടെ, മനസ്സിലായില്ലേ? ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ സംസ്ഥാന സർക്കാരിനെ നമ്മൾ ഒരു കണ്ണിച്ചോരയില്ലാതെ വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ കാണുന്ന ഒരു ജനം പുറത്തുണ്ട്. അവര് നമ്മളെ ശത്രുക്കളായിട്ടേ കാണുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അവര് വിവരവും ബോധവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാ. അതൊക്കെ ചിന്തിക്കണം. ഇതെല്ലാം ഇനി പോട്ടെ എന്ന് വയ്ക്കാം. നമ്മളെല്ലാരും കൂടി കഷ്ടപ്പെട്ട 5 വർഷം മുമ്പ് ഒരാളെ ഇവിടെ ജയിപ്പിച്ച് നമ്മളെ ഈ നാടിന്റെ MP ആക്കിയല്ലോ. അയാള് ചെയ്ത എന്തെങ്കിലും ജനോപകാരപ്രദമായ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞു? നമ്മളെല്ലാരും കഷ്ടപ്പെട്ടതല്ലേ? ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം കഷ്ടപ്പെട്ടതാ. പറ. ഉണ്ടല്ല, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്തോ അത്? നമ്മുടെ സെന്ററില് മിനിമാക്സ് ലൈറ്റ് സ്ഥാപിച്ചില്ലേ? ഒരു ലൈറ്റ് വെച്ചതാണോ ഇത്ര വലിയ വികസന പ്രവർത്തനം? ഒപ്പം ഉണ്ടാവുന്നല്ലേ ഇയാള് നമ്മളോട് പറഞ്ഞത്? എന്നിട്ട് ഈ ഒപ്പം ഉള്ളത് എവിടെയാ? ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളായി നാട്ടിലുണ്ടായത്? കൊറോണ വന്നില്ലേ? ലോകം മുഴുവൻ ഇറങ്ങലിച്ചൊരു കൊറോണ ഉണ്ടായില്ലേ? അന്ന് നമ്മൾ ഈ ആൾക്കാരെ എല്ലാരെയും കൂടെ കൊണ്ടുപോയി രക്ഷിച്ചെടുക്കാൻ വേണ്ടി രക്ഷാ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചില്ലേ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഒരൊറ്റ സ്ഥലത്ത് ഒരു ദിവസം ഈ MP ഒന്ന് എത്തി നോക്കിയിട്ടുണ്ട്? ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ അയാൾ തുനിഞ്ഞിട്ടുണ്ട്? ഇല്ലല്ലോ. എന്നിട്ടാണ് ഒപ്പമുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അയക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇറങ്ങണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? നല്ല കാര്യം. അല്പ സംഭാരം കുടിച്ചിട്ടാവാം ഇനി നിങ്ങളുടെ നാട്ടുവിശേഷം. ഓ ആയിക്കോട്ടെ, അവിടെ കൂടെ തന്നോളൂ ചേച്ചി. എടാ, ഇത് എന്നാ പേക്കോലോടാ ഇത്? ഓര് കുടിക്കുന്നതും ഫോട്ടോ എടുക്കണം. FP-ലിടാൻ വേണ്ടിയാണ്. കുഴപ്പമില്ല, രാഘവട്ടം പറഞ്ഞു. അതൊക്കെ പോട്ടെ രാഘവട്ടാ, ഇലക്ഷന്റെ കാര്യം എങ്ങനെ? ഇലക്ഷൻ എന്ത് കാര്യമാ? ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ 4 തട്ടിലാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ നമ്മുടെ പാർട്ടിയുടെ MP മാർക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പൗരത്വ നിയമം കൊണ്ടുവന്നല്ലോ. എത്ര പേർക്കാ പൗരത്വം നഷ്ടപ്പെട്ടത്?
ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ അതിനെതിരെ കൈപൊക്കാൻ ഒരാളുണ്ടായോ നമ്മുടെ ഈ MP-മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ പാർട്ടിയിലുള്ള? അതുപോട്ടെ, എത്ര പള്ളികളാ പൊളിച്ചു കളഞ്ഞ്, എത്ര മസ്ജിദാ പൊളിച്ചു കളഞ്ഞ്, അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചോ? ഒരു പെങ്കൊച്ചിനെ ഉടുതുണിയില്ല നടു റോഡിലൂടെ നടത്തി കത്തിച്ചു കളഞ്ഞു മണിപ്പൂര്. അതിനെതിരെ സംസാരിക്കാൻ ഒരു MP ഉണ്ടായോ നമ്മുടെ ഈ പാർട്ടിയിൽ നിന്ന്? ഇടതുപക്ഷ പ്രതിനിധിയായ ആരിഫ് മാത്രമാണ് സംസാരിച്ചത്. ആര് പറഞ്ഞില്ലാന്ന്? കൈ ചൂണ്ടി സംസാരിക്കാൻ ധൈര്യം ഉണ്ടായത് നമ്മുടെ MP-ക്കല്ലേ? അല്ലടാ? ഓ ആണോ? അല്ലടാ. എന്താ സജീവേ, നിങ്ങളുടെ ഈ പൊട്ടത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാനൊന്നും എന്നെ കിട്ടതൊന്നുമില്ല. ഞങ്ങള് കാലാകാലങ്ങളായിട്ടൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തിരുത്തുക എന്നുള്ള ചരിത്രപരമായ തീരുമാനം ഞാനും എന്റെ കുടുംബവും ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. രാഘവേട്ടാ, ഓ, പൊതിച്ചോറ് കിട്ടിയിട്ടാ? ആ അടിപൊളി, 2 എണ്ണം കിട്ടിയല്ലേ? അപ്പൊ ഇനി ആവശ്യമുള്ളപ്പോ വിളിക്ക്. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ആ, അത് മാത്രമല്ല സജീവേ, നമ്മുടെ ഈ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും ഇത്രയും ജനോപകാരപ്രദമായ തീരുമാനങ്ങൾ എടുത്ത സംസ്ഥാനം വേറെ ഉണ്ടോ ഇന്ത്യയിൽ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതെന്തുകൊണ്ടായി കേരളത്തിൽ മാത്രം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നതിന്റെ കാരണം? ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രതിനിധികളുടെ ശബ്ദം ലോകസഭയിൽ അലയടിക്കണം. അതേ രാജ്യത്തിന് പുരോഗതി നേടിത്തരാൻ സഹായിക്കൂ. അതുകൊണ്ട് തന്നെ ഞാനും എന്റെ കുടുംബവും തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യുള്ളൂ. ഇടതുപക്ഷം ജയിച്ചിരിക്കും. എന്നാ ശരി രാഘവട്ടാ, ഞങ്ങൾക്ക് ഇലക്ഷൻ ഫണ്ട് കിട്ടിയല്ലേ, പ്രവർത്തിച്ചല്ലേ പറ്റൂ. എന്നാ ശരി. ശരി എന്നാ. വാ, മെമ്പർ വരണില്ലേ? ഇല്ല ഷാജേട്ടാ, ഞാൻ വരുന്നില്ല. രാഘവേട്ടനൊപ്പം ഈ നാടിനൊപ്പം നേരിന്റെ രാഷ്ട്രീയത്തോട് ഞാനും പക്ഷം ചേരുകയാണ്.